നമസ്തേ. കൊല്ലവർഷം 1200 ആണ്ട് ഇടവമാസം 4 തീയതി, അതായത് 2025 മെയ് മാസം 18 തീയതിയും ഞായറാഴ്ച ദിവസവും തിരുവോണം നക്ഷത്രവും ഷഷ്ടിതിഥിയും പശുക്കരണവും ശുഭ്രനാമ നിത്യയോഗവും ഒത്തുചേർന്ന ദിവസം അന്നു രാത്രി 7:35 രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുകയും കേതു കന്നിരാശിയിൽ നിന്നും ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ഈ സമയം ഏതൊക്കെ നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജ്യോതിശാസ്ത്രപ്രകാരം രാഹുകേതുക്കൾ തമോഗ്രഹം, മായാഗ്രഹം, നിഴൽ ഗ്രഹങ്ങൾ എന്നിങ്ങനെയാണ് അറിയപ്പെടുന്നത്. മറ്റു ഗ്രഹങ്ങളെപ്പോലെ സ്വക്ഷേത്രമോ ഉച്ചക്ഷേത്രമോ മൂലക്ഷേത്രമോ നീചക്ഷേത്രമോ എന്നിവ രാഹുകേതുക്കൾക്ക് ഇല്ല. ആദിത്യൻ മുതൽ ശനി വരെയുള്ള സപ്തഗ്രഹങ്ങൾ നേർഗതിയിൽ സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ ഇവർക്ക് ചില വർഷങ്ങളിലും ചില മാസങ്ങളിലും വക്രം സംഭവിക്കാവുന്നതാണ്. എന്നാൽ രാഹുകേതുക്കൾ എല്ലായ്പ്പോഴും വക്രഗതിയിൽ സഞ്ചരിക്കുന്ന ഗ്രഹങ്ങളാണ്. രാഹുവിനും കേതുവിനും ഒരു രാശി പൂർത്തിയാക്കുവാൻ 1.5 വർഷക്കാലമാണ് വേണ്ടത്. ഗ്രഹസ്ഥിതിയിൽ രാഹു നിൽക്കുന്നതിൻ്റെ 7ാം രാശിയിലാണ് കേതു സ്ഥിതി ചെയ്യുന്നത്. രാഹുവിനെ ശനിയെപ്പോലെയും കേതുവിനെ ചൊവ്വയെപ്പോലെയും കണക്കാക്കണമെന്ന് ആചാര്യ അഭിപ്രായമുണ്ട്. എന്നാൽ രാഹുകേതുക്കൾ വ്യാഴം, ശുക്രൻ, ബുധൻ, പക്ഷബലമുള്ള ചന്ദ്രൻ എന്നിവരുടെ കൂടെയോ എന്നിവരുടെ ക്ഷേത്രത്തിലോ നിൽക്കുന്നത് അനുകൂല ഫലങ്ങൾ നൽകുന്നു. അശ്വതി, ഭരണി, കാർത്തിക, കാൽ മേടക്കൂറിലുൾപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് രാഹു 11ലും കേതു 5ലുമാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഇക്കാലഘട്ടം വളരെ വലിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പല രീതിയിൽ ലാഭം കൈവരിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ്. സ്വദേശം വിട്ട് വിദേശത്ത് യാത്ര ചെയ്യേണ്ടതായി വരുന്ന കാലഘട്ടവുമാണ്. പുത്രന്മാരുണ്ടാകുകയും അവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ഫലമാകുന്നു. സഹോദരന്മാരിൽ നിന്നും ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും സാഹിത്യം, കല എന്നീ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഏറെ സന്തോഷകരമായ കാലഘട്ടമാണ്. ഉന്നത ബന്ധങ്ങൾ ജീവിതത്തിൽ ഏറെ പ്രയോജനകരമാകുന്ന ഒരു കാലഘട്ടമാണ്. ജോലിയിൽ സ്ഥാനക്കയറ്റവും ഉപരിപഠനത്തിനും ഉത്തമ കാലഘട്ടമാണ്. പലരുടെയും ഉപദേശങ്ങൾ കേൾക്കുമെങ്കിലും സ്വന്തം തീരുമാനത്താൽ വിശ്വസിക്കുകയും ആ തീരുമാനങ്ങൾ വിജയകരമാകുകയും ഫലമാകുന്നു. കലാകാരന്മാർക്ക് കലയിൽ പ്രശസ്തിയും അംഗീകാരം എന്നിവ ലഭിക്കുകയും ഫലമാകുന്നു. മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ, മിഥുനക്കൂറ് ഈ കൂറുകാർക്ക് രാഹു 9ലും കേതു 3ലുമാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുകയും പൂർവീക കുടുംബസ്വത്തുക്കൾ കൈവശം വന്നു ചേരുകയും ആചാര്യന്മാർക്ക് വളരെ ഉത്തമമായ കാലഘട്ടവുമാണ്. പുതിയ വിദ്യയ്ക്ക് തുടക്കം കുറിക്കുകയും അച്ഛനിൽ നിന്നും പല രീതിയിൽ സഹായങ്ങൾ ഉണ്ടാകുകയും അച്ഛൻ്റെ ജോലി ഏറ്റെടുത്ത് നടത്തേണ്ടതായി വരികയും ഫലമാകുന്നു. ഭൂമി വാങ്ങുവാനും കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകുകയും വിദ്യാർത്ഥികൾക്ക് വിദ്യാതടസ്സങ്ങൾ കൂടാതെ പഠനം പൂർത്തിയാക്കുവാൻ സാധിക്കുകയും ഫലമാകുന്നു. വൃശ്ചികക്കൂറ് വിശാഖം, കാൽ, അനിഴം, തൃക്കേട്ട വൃശ്ചികക്കൂറുകാർക്ക് രാഹു 4ലും കേതു 10ലുമാണ് ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ പുതിയ ഗൃഹനിർമ്മാണത്തിന് തുടക്കം കുറിക്കുകയും പഴയ വാഹനങ്ങൾ കൊടുത്ത് പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും കാലം അനുകൂലമാണ്. പ്രതീക്ഷിക്കാതെ പല പദവികൾ വന്നു ചേരുകയും കൃഷിയിൽ നിന്നും ലാഭമുണ്ടാകുകയും നാൽക്കാലികളിൽ നിന്നും ലാഭമുണ്ടാകുകയും തൊഴിൽ മാറ്റം ഉണ്ടാകുകയും ശമ്പള വർധനവ് ഉണ്ടാകുകയും ഫലമാകുന്നു. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ അര, മകരക്കൂറ് മകരക്കൂറുകാർക്ക് 2ൽ രാഹുവും 8ൽ കേതുവും സഞ്ചരിക്കുന്ന കാലമാണ്. ആയതിനാൽ ഈ നക്ഷത്ര ജാതകർക്ക് ധനവർധനവുണ്ടാകുകയും തുടർ പഠനത്തിനും വിദേശവാസത്തിനും ഉത്തമ കാലഘട്ടമാണ്. ഭരണാധികാരികൾക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കുകയും കവിതാരചന, കഥാരചന, ചിത്രരചന എന്നിവയിൽ അംഗീകാരവും പ്രശസ്തിയും നേടുവാൻ
കഴിയും. പുതിയ ബിസിനസ്സിന് തുടക്കം കുറിക്കുകയും അവ വിജയിക്കുകയും ഫലമാകുന്നു. ഇതിൽ പറഞ്ഞ ചില നക്ഷത്ര ജാതകർക്ക് 7.5 ശനിയും കണ്ടകശനിയും നിലനിൽക്കുന്നതുകൊണ്ട് രാഹുകേതുക്കളുടെ അനുകൂല ഫലങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തടസ്സം വരാം. ആയതിനാൽ പരിഹാരമായി ശാസ്താവിന് നീരാഞ്ജനം നടത്തുകയും ഭാഗ്യസൂക്ത അർച്ചന നടത്തുന്നതും ആയില്യപൂജ നടത്തുന്നതും ഈ ഫലങ്ങൾ ലഭിക്കുവാൻ പൂർണ്ണ അനുകൂലമാകുന്നു.